ദീനിയായിട്ടെന്ന് കാണുവാൻ പലരും ഉണ്ടാകുമെങ്കിലും എത്രയോ ആളുകൾ സദസ്സ് തന്നെ ഉണ്ടാവും. അവരെ നമ്മൾക്കറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരൊക്കെ മനം നോണ്ട് വ്യസനിക്കുന്നു. ഇങ്ങനത്തെ ഒരു സമസ്ത വിരമാകന്റെ വന്നുപോയല്ലോ, സമസ്തക്ക് വന്നുപോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പലരും വ്യസനപ്പെട്ടുകൊണ്ട് കത്തെഴുതിക്കൊണ്ടിരിക്കുന്നു. പലരും മനസ്സ് ഒരുങ്ങി നേർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പിന്നിപ്പോഴും നമ്മളൊക്കെ സുന്നത്തി ജമാഅത്തിലാണോ അതിന്റെ പേരിൽ എല്ലാം മറക്കും പൊറുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യോജിച്ച് തുറന്നു പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിനുള്ള എല്ലാ അതിന്റെ ചുറ്റുപാടിൽ അതിന്റെ എതിരിൽ ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ അവർക്കെല്ലാം നല്ല ബുദ്ധി അല്ലാഹു നൽകട്ടെ. അതേ ഞാൻ പറയുന്നുള്ളൂ. അവർക്കെല്ലാം മനസ്സിലാക്കാൻ കണ്ണു തുറക്കാൻ ഈ ഒറ്റ യോഗം വീക്ഷിക്കാൻ ആൾ വന്നിട്ടുണ്ടാവും. അതില്ലാതിരിക്കില്ല. എന്തുവിടെ നടക്കുന്നു? ഇത്രയെല്ലാം പ്രലോഭനങ്ങളും കഠിനമായതായ വെളുക്കും ഉണ്ടായിട്ടും ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടിയാൽ അത് ചിന്തിക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ലല്ലേ നമ്മളെ മക്കളും ബാക്കിയുള്ളവരൊക്കെ തന്നെ. രാഷ്ട്രീയക്കാരായാൽ അവർക്കും ബുദ്ധിയില്ലാത്തവരല്ലല്ലോ. അവർ ആലോചിക്കും. രാഷ്ട്രീയക്കാർ ആവശ്യം എന്താ? വോട്ട് യാത്രയിട്ട് ഇത്ര ആളെ വോട്ട് പോയാൽ എന്താവും ഇവിടെ കഥ? ഇത്ര ആളെ വോട്ട് അങ്ങ് പോയാൽ എന്താവും? ഇവരാരോ ആകട്ടെ. ഒരു മുസ്ലിം അല്ല എന്നാ പറയുന്നത് തലകെട്ടൊക്കെ. അത് വഹാബി പറഞ്ഞോട്ടെ, നമ്മക്കത് പറയാൻ കഴിയില്ല. നമ്മളുടെ ശത്രുക്കളെ തന്നെ ചെയ്യും. അതിന് മാത്രം ഞങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആർക്കും അതിൽ സംശയം വേണ്ട. അങ്ങനത്തെ നിങ്ങളതിൽ കൂടിയിട്ട് ഞങ്ങളെ ഭിന്നിപ്പിച്ചാൽ അതിന്റെ ഫലവും നിങ്ങൾ തന്നെ അത് കുടിക്കേണ്ടി വരും. വേറൊന്നുകൂടെ വരൂല. പ്രിയ സഹോദരങ്ങളെ, എന്ത് നടപടിയും എന്തെടുത്താലും നടപടി എടുക്കുന്ന എവിടെ? എന്തിനാണ് ഈ സമ്മേളനത്തിന് കൊള്ളുന്ന അക്ബറക്കമായിര സുബിൽ മുഖിത്താത്ത? എന്താണ് ഇതിനർത്ഥം? എന്തെങ്കിലും ഒരു സംഗതി കൽപ്പിക്കുവാൻ ശറയിൽ എന്ത് നിന്നോട് ചെയ്തു? അള്ളാഹുവിന്റെ അടുക്കലോ ജനങ്ങളെടുക്കലോ നിയമത്തിനടുക്കലോ ഗവൺമെന്റിനോടോ എന്തെങ്കിലും ഒരു തെറ്റിയതെങ്കിലല്ലേ ഗവൺമെന്റ് ചെയ്യും. ഇപ്പമാണെങ്കിൽ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അറിയിക്കും. അവരോട് നമ്മൾ ആ ഗവൺമെന്റ് എതിരായിട്ട് നമ്മൾ ചെയ്ത് നമ്മൾ എല്ലാവരും നടന്നിട്ടില്ല. നമുക്ക് ചെയ്യാൻ കഴിയില്ല. പിന്നെ ആരോടെ നമ്മൾ ചെയ്യണത്? ഞങ്ങൾ സുന്നത്തിയമായത്തിന്റെ പേരിൽ നമ്മൾ ഒരു സംഘടന ഉണ്ടാക്കി നിങ്ങളുടെ ബിസിനസ് ചോടം പറഞ്ഞ് പൊരുത്തും കൊടുത്ത് ആരാ ഇതിന്റെയൊക്കെ മുമ്പിൽ ആളുകൾ PMS പാലക്കാട്ട് PMS ബുക്കയത്തങ്ങൾ അള്ളാഹു അവരെയും അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരും നമ്മൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ. മഹാനവറുകളാണെങ്കിലും ഹയാത്ത് കാലത്ത് മരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ചോദിച്ചത് എന്നെ ചോദിച്ചു എന്ന് അവർ മരിച്ചുപോയ അഹമ്മദാജി പറഞ്ഞു. അതിന്റെ ഒരു ദിവസം ചോദിച്ച ഉടനെ ഉള്ളാരത്തുള്ള ഞാൻ എങ്ങനെയോ അവിടെത്തി. അത്രയല്ല പറയേണ്ടതുള്ളൂ. അതൊക്കെ വലിയ അതിശയമല്ലേ? ആത്മീയമായ സ്നേഹമാണത്. അവരെല്ലാം തന്നെ അങ്ങനെ നമ്മളുമായിട്ട് ബന്ധമുള്ളവരാണ്. മഹാനവരെല്ലാം മരിക്കുന്നതിന് മുമ്പ് അഹമ്മദാജി പറയുന്നു, രണ്ടേ രണ്ടാണ് ഇയാൾ ചോദിച്ചത്. മലേഷ്യ റഹ്മാനെ കിട്ടുമോ? അത് മൂപ്പരെ അകമഞ്ഞ് സഹായിക്കുന്നൊരു മുതലാളിയാണോ? മറ്റൊന്ന് ചോദിച്ചത് ഉള്ളാളം താങ്കൾ കിട്ടുമോ? അപ്പം അഹമ്മദാജി പറഞ്ഞു, മലേഷ്യ റഹ്മാൻ മദ്രാസ് കിട്ടോ ഹോങ്കോങ്ങിൽ കിട്ടോ അത് ഫോണാക്കിയാൽ കിട്ടുമോ? ഉള്ളാളത്തെ തങ്ങൾ ഇവിടുന്ന് അപ്പം കിട്ടുക. അത് ഫോണൊന്നുമില്ല. കെട്ടുകൊടുക്കും. ഉള്ളാളപ്പം ഫോണ് ആയിട്ടില്ല. ഏതെങ്കിലും ആട്ടെ ഉള്ളാളം ഭാഗത്തേക്ക് ഉള്ളാളത്ത് പോകണമെന്ന് തോന്നുന്നു. എട്ടികൾക്ക് പോകണില്ല. ഒന്ന് തിരിച്ചു നോക്കട്ടെ. തിരിച്ചിരിക്കും. ഫോൺ തിരിക്കുമ്പോഴാണ് ഞാൻ തിരിച്ചുള്ളത്. അപ്പൊ പറഞ്ഞ കഥ. അപ്പൊ അങ്ങനെ അവർക്ക് ഞങ്ങൾ ബന്ധമാണ്. എന്നുള്ള ശിഹാബിതങ്ങൾ അവരെ നമ്മളൊരു വെറുപ്പുള്ളവരല്ല. എല്ലാ സാധാത്യങ്ങളും അതാക്കിയ എല്ലാവരും ബഹുമാനിക്കുന്നതാണ്. ഇവിടെ സുന്നീവന സംഘത്തിൽ കൂടിപ്പോയി നൽകിയ സാധാത്തല്ലാതാവുമോ? എന്താ അത്? ജമാഅത്തെ ഇസ്ലാമിയ സാധാത്ത് ഒഴിഞ്ഞുപോയി എന്ന് പറയുന്ന
മക്കൾ പറയുന്നല്ലാതെ. പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ സന്താന പരമ്പരകളാവുന്ന ഹസൻ ഹുസൈൻ അവരുടെ മക്കൾ സന്താന പരമ്പരകളായി ഖിയാമം വരെ ലാസ്റ്റിൽ ഇമാം മഹ്ദിയെ കൊണ്ട് അവസാനിക്കുന്ന ആ സിൽസിലത്തുൽ ദഹബാവുന്ന പൊന്നിന്റെ ചങ്ങല ഇവിടെ ഉണ്ട്. അത് ഉണ്ടാവുക തന്നെ വേണം. അവരുടെ ബർക്കത്തുകൊണ്ട് ജനങ്ങൾക്ക് രക്ഷയുണ്ട്. അതിൽ ബൈത്തിയിട്ട് സജ്ജീനക്ക് എന്റെ അതിൽ ബൈത്ത് നൂഹബിന്റെ കപ്പൽ പോലെയാണ്. അന്നത്തെ കൂപ്പാറിൽ രക്ഷപ്പെടാനുള്ള മാർഗം ആ കപ്പലിൽ കയറില്ലാതെ എല്ലാ മാർഗം പറയില്ല എന്ന പോലെ ആ ദീനിൽ അടിപൊളിച്ച മഹാന്മാരായ സാധാർത്ഥ്യങ്ങൾ അല്ലാത്ത ഒരു കുറച്ച് തെറ്റും കുറ്റുമൊക്കെ ഉള്ളവരാണെങ്കിലും അവരെ ബഹുമാനിക്കാൻ കഴിയില്ല. ഞാൻ പിന്നെ പൊയ്തേറാണ് ഒന്നും അറിയാത്തത് തങ്ങളാണെങ്കിൽ എനിക്ക് തങ്ങളെ ബഹുമാനിക്കാൻ കഴിയില്ല. സൂർ ഖാത്തിമത്തിലേക്ക് പോണ വഴിയാണ് അള്ളാഹുവിനെ. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും കർമ്മധീരരായി യാതൊരു നിരക്കുള്ള ഒരു പേടിയും നിങ്ങൾ വെറുക്കണം. നിങ്ങൾ അള്ളാന്റെ മേൽ ഏറ്റുമതിയോ ആരാണ് ഞങ്ങൾ വിശ്വാസത്തിന്റെ കുറവല്ലാതെ മറ്റെന്താ ഞങ്ങൾക്ക് എല്ലാ അവസരത്തിലും വരാതെ അല്ലവീരാമനോ ഒത്തത്തുമയെന്ന് കുലൂബവും വിധിക്കില്ല. അല വിധിക്കില്ല എത്തുമയെന്ന് കുലൂബ്. വിശ്വസിച്ച മോമിയങ്ങൾ തൊത്തുമയെന്ന് കുലൂബവും വിധിക്കില്ല. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവരെ ഹൃദയം സമാധാനിക്കൂ. ഒരു കൊടാന കോടി മുതലുള്ള ഒരു സ്വത്തുക്കാരനാണ്. എനിക്ക് ആരെ പേടിക്കാനെന്താ? സ്വത്തില്ലേ? എനിക്കെന്താണ് പണത്തിന്റെ മുകളിൽ പണത്തെ മറക്കുമോ എന്ന് വിചാരിച്ചാൽ നിമിഷം കൊണ്ടവരെ ഉപ്പന്റെ രക്തത്തേക്ക് ഗതിയില്ലാതാക്കാൻ അള്ളാഹുവിന്റെ കഴിയും. തൂക്കിൽ നിൽക്കമെന്തശാൽ നിൽക്കമെന്തശാൽ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.